140 ന്യൂസിലേക്ക് സ്വാഗതം. അറസ്റ്റ് ഇല്ലാതെയും ഒരാളെ തടങ്കലിൽ വയ്ക്കാമെന്ന് ഹൈക്കോടതി. കേസ് അന്വേഷണത്തിനായി ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്താതെ തന്നെ ഒരാളെ തടങ്കലിൽ വയ്ക്കാൻ ചില പ്രത്യേക നിയമങ്ങൾ അനുവദിക്കുന്നുണ്ടെന്ന് ഹൈക്കോടതി. ലഹരി പദാർത്ഥ വിരുദ്ധ നിയമം, NDPS, കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം, PMLA, കസ്റ്റംസ് നിയമം തുടങ്ങിയവയിലെ വകുപ്പുകൾ ഇത്തരത്തിൽ തടങ്കലിൽ വയ്ക്കുന്നതിന് അനുമതി നൽകുന്നുണ്ട്. BNS വകുപ്പ് 179(1) പ്രകാരം മുൻകൂർ നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നതും നിയമവിരുദ്ധ കസ്റ്റഡി അല്ലെന്ന് ജസ്റ്റിസ് കൗർ എടപ്പഗത്ത് വ്യക്തമാക്കി. ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തടങ്കലിൽ വെച്ചെന്നും 24 മണിക്കൂറിന് ശേഷമാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതെന്നും ചൂണ്ടിക്കാണിച്ച് നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതി നിയമപരമായ തടങ്കലിൽ വയ്ക്കലും അറസ്റ്റും തമ്മിലുള്ള വ്യത്യാസത്തിൽ വ്യക്തത വരുത്തിയത്. അന്വേഷണത്തിനായി ഒരാളെ തടങ്കലിൽ വയ്ക്കലിന് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ബന്ധപ്പെട്ട നിയമപ്രകാരമുള്ള മുൻകൂർ നോട്ടീസ് നൽകണം. തടങ്കലിൽ വെച്ച സമയവും അറസ്റ്റ് ചെയ്ത സമയവും കൃത്യമായി രേഖപ്പെടുത്തണം. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. അറസ്റ്റിനുള്ള കാരണങ്ങൾ വ്യക്തമായി അറിയിക്കണം തുടങ്ങിയ നടപടിക്രമങ്ങളാണ് പാലിക്കേണ്ടത്. നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് മജിസ്ട്രേറ്റ് ശരിയായ തീരുമാനം എടുക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതിയെ വിട്ടയക്കാൻ ഉത്തരവിടേണ്ടത് മജിസ്ട്രേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. റിമാൻഡ് ഓർഡറിൽ നിയമലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് മജിസ്ട്രേറ്റ് വ്യക്തമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കൊലപാതക കേസിൽ പ്രതിയായ മലപ്പുറം സ്വദേശി മുജീബ് റഹ്മാൻ, ലഹരിമരുന്ന് കേസുകളിൽ പ്രതികളായ മൂവാറ്റുപുഴ സ്വദേശി അരുൺ K. തോമസ്, കണ്ണൂർ സ്വദേശി VA സർഫാസ്, മലപ്പുറം സ്വദേശി റഷാദ് മുഹമ്മദ്, കോഴിക്കോട് സ്വദേശി PK മുഹമ്മദ് ആഷിൽ എന്നിവരുടെ ജാമ്യ ഹർജികളാണ് തള്ളിയത്. എന്നാൽ ലഹരിമരുന്ന് കേസിലെ പ്രതി തൃശൂർ സ്വദേശി TV അനീഷ് നൽകിയ ഹർജി അനുവദിച്ചു. തടഞ്ഞുവെച്ച സമയം കൃത്യമായി രേഖപ്പെടുത്താത്തത് കണക്കിലെടുത്താണിത്.